നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുസ്കോയിലാണ്. പെറുവിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായ കുസ്കോയുടെ പ്രത്യേകത ഇത് 11,000 ഫീറ്റ് എബോവ് സീ ലെവലാണെന്നുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം ഉയരമുള്ള മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറയാം. ഇവിടെ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡയമോക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ് 2 ദിവസം മുമ്പ് കഴിക്കുന്നു. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊക്കോ ലീഫ് ഇട്ട ഒരു ചൂടുവെള്ളത്തിൽ കൊക്കോ ലീഫ് ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കൂടുതൽ ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചില്ല. എല്ലാവരും ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഇല്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കത് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസമായി ഡയമോക്സ് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കാണാനാണ്. വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഒരു ചരിത്ര അവശിഷ്ടം കാണാനാണ്. അത് മാച്ചു പിച്ചുവാണ്. 15-ാം നൂറ്റാണ്ടിൽ ഇൻക ഗോത്രത്തിൽപ്പെട്ടവർ സ്ഥാപിച്ച ഒരു രാജധാനിയും അതോട് ചേർന്നുള്ള അവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളും അങ്ങനെ എല്ലാം കൂടി അതിൻ്റെയൊക്കെ നാശോന്മുഖമായി കിടക്കുന്ന അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിപ്പോൾ കുസ്കോയിൽ നിന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഈ ബസ്സിൽ 1.5 മണിക്കൂറോളം നമ്മൾ ഒരു യാത്ര ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടുന്ന് പിന്നെ ഒരു 1.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. വീണ്ടും നമ്മൾ മലമുകളിലേക്ക് ബസ്സിൽ പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഈ മാച്ചു പിച്ചുവിലേക്ക് എത്തുന്നത്. ആൻഡസ് മലനിരകളുടെ പശ്ചാത്തലത്തിൽ പഴയ ഒരു കൊട്ടാരത്തിൻ്റെ രാജധാനിയുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്ര സ്ഥലം തന്നെയാണ് മാച്ചു പിച്ചു. അപ്പോൾ മാച്ചു പിച്ചുവിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് പെറുവിലെ കുസ്കോയിലാണ്. നമ്മുടെ നാട്ടിലെ ഇടുക്കി ജില്ലയിലേക്കുള്ള ചെറിയ ചില സിറ്റികളെയാണ് ഈ കുസ്കോ ഓർപ്പിക്കുന്നത്. രാവിലെ നഗരം ഉണർന്നു വരുന്നേ ഉള്ളൂ. കാരണം 5:30 മണിയായിട്ടുള്ളൂ. നമ്മൾ 5:30 തന്നെ യാത്ര ആരംഭിക്കുകയാണ്. എങ്കിലേ നമുക്ക് സമയത്തിനോട് എത്താൻ പറ്റൂ. നമ്മൾ ഇന്നലെ താമസിച്ച ജോസ് അന്റോണിയോ എന്ന് പറയുന്ന ഹോട്ടലാണിത്. ഇവിടുത്തുകാരെ ജോസ് എന്ന് പറയില്ല, യോഹേ എന്നാണ് പറയുക. അപ്പോൾ യോഹേ അന്റോണിയോ ഹോട്ടലാണ്. ഇവിടുത്തെ സാമാന്യം ഭേദപ്പെട്ട നല്ലൊരു ഹോട്ടലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ ഫുഡുമായിട്ട് കുറേ സാദൃശ്യമുള്ള രുചിയൊക്കെ ആയിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മഴക്കാലമാണ്. ചിലപ്പോൾ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. Like the train station name, for example, Ollantaytambo, right? The place where you can control everything from the top. Wonderful place. കുസ്കോ സിറ്റി നമ്മുടെ ഈ ഷിംലയൊക്കെ ഓർപ്പിക്കുന്നത്. മലയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒഴുകി വീണ് കിടക്കുന്ന വീടുകൾ. കൃഷിഭൂമികളൊക്കെയാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ. മഴ പെയ്യുന്നുണ്ട്. മഴക്കാലമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഉറുമ്പാമ്പ എന്നൊരു ടൗണൊക്കെ പിന്നിട്ട് മലനിരകളൊക്കെ താണ്ടി ചെറിയ സ്ട്രീറ്റുകളൊക്കെ പിന്നിട്ട് മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ മാച്ചു പിച്ചുവിലേക്കുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളിനി ട്രെയിൻ കയറി ഏതാണ്ട് 1.5 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാണ് മാച്ചു പിച്ചുവിലെത്തുക. അവിടുന്ന് വീണ്ടും ഒരു ബസ്സുണ്ട്. മല കയറി ഒരു ബസ് കൂടെ കയറണം. ചുറ്റും ആൻഡസ് മലനിരകൾ. ചെറിയ മഴ കൂടി ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല പച്ചപ്പാണ്. വരുന്ന വഴി കണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ മുഴുവനും ബജാജും TVSഉം ആണെന്നുള്ളതാണ്. തണുപ്പ് കയറാതിരിക്കാൻ നന്നായിട്ട് ബോഡിയൊക്കെ ചെയ്ത് ഗ്ലാസ് വിൻഡോ ഒക്കെ വെച്ചാണ്. ട്രെയിൻ ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലം ഇതാണ്. ട്രെയിൻ ടിക്കറ്റ് കിട്ടി. 7:30 ട്രെയിൻ. കാരിയേജ് A സീറ്റ് 17 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഊട്ടിയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഷോപ്പുകളാണ് ഇവിടെയൊക്കെ. എല്ലാം ഇൻകക്കാരുടെയാണ്. ഒരു ഇൻക അമ്മൂമ്മ ഇരിക്കുന്നുണ്ടോ, ഇൻകമ്മൂമ്മ. അങ്ങനെ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന മാച്ചു പിച്ചു എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ടൂറിസം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ടിബറ്റിലെയും അതുപോലെ കാശ്മീരിൻ്റെ ഉള്ളിലെയും ഒക്കെയുള്ള ആൾക്കാരും അതുപോലെ ഇവിടെയുള്ള ആൾക്കാരും ഇവരുടെയൊക്കെ മുഖം ഏകദേശം ഒരുപോലെ. ഈ മലനിരകളിൽ ജനിച്ചു വളരുമ്പോൾ ഇങ്ങനെയാകുന്നത് ഇങ്ങനെയാണോ?
സുന്ദരവാരം ഉണ്ട് കേട്ടോ, ഇരിക്കുന്നുണ്ടോ? നമ്മുടെ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. ഒലന്റൈറ്റാമ്പോ. നമ്മൾ പോകുന്ന ഈ ട്രെയിനല്ല, അടുത്ത ട്രെയിനാണെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരികയായിരുന്നു. മാച്ചു പിച്ചു കുസ്കോ. ട്രെയിൻ പുറപ്പെടുന്നു. പുകവണ്ടി കേട്ടോ, പുകവണ്ടി. ഇവിടെ അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ അവിടുന്ന് സ്റ്റേഷൻ്റെ പേര്, ഒലന്റൈറ്റാമ്പോ. നമ്മുടെ ട്രെയിനാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ രീതി. മേൽഭാഗത്ത് തുറന്ന് AC ഒന്നുമില്ല, പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഞാനപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുസ്കോട്ട് ഇവിടെ വരെ ശ്രദ്ധിച്ചു കാര്യം നമ്മൾ 2-2.5 മണിക്കൂർ ഓടിയെങ്കിലും മൊത്തത്തിൽ നല്ല ജനവാസം ഉണ്ടെന്നുള്ള കാര്യമാണ്. അല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. ഇന്ത്യ പോലെ തന്നെ എല്ലായിടത്തും ഇഷ്ടം പോലെ വീടുകൾ, വാഹനങ്ങൾ. അതെന്താ നല്ലൊരു റോഡ് സൈഡിൽ കൂടെ പോകുന്നു. അവിടെ ഒരു നദി ഒഴുകുന്നു. ചുറ്റും മലനിരകൾ, നല്ല ഭംഗിയുള്ള അന്തരീക്ഷം. പക്ഷെ നമ്മൾ മാച്ചിപ്പിച്ചെടുക്കുമ്പോൾ മഴ പെയ്യുമെന്നൊരു പേടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷൂട്ടൊക്കെ കുഴപ്പത്തിലാകും. പക്ഷെ ദൈവം സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലത്തും അങ്ങനെ റെയിൽവേ ക്രോസിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഓരോ റോഡ് ക്രോസിങ്ങിലും ട്രെയിൻ കാര്യമായ രീതിയിൽ ഹോൺ അടിക്കുന്നുണ്ട്. 4 ദിവസം കൊണ്ട് മാച്ചുപിച്ചിന് മുകളിലേക്ക് നടന്നെത്താൻ പറ്റും. അതിൻ്റെ ട്രെയിൽ ആരംഭിക്കുന്ന സ്ഥലം ഇത്. ഇപ്പോൾ തന്നെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. 4 ദിവസം എടുക്കും അവിടെ എത്താൻ. അത് പക്ഷേ പൊതുവെ സായിപ്പന്മാരുടെ ഒരു പരിപാടിയാണ്. നമുക്ക് അത്ര വലിയ വിഷമമില്ല. നല്ല കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന പുഴയാണ്. ഇപ്പം നമ്മൾ ശരിക്കും മൗണ്ടൻ റേഞ്ചസിലേക്ക് എത്തി. ട്രെയിനിൽ കാപ്പി തരുന്നുണ്ട്. കാപ്പി കച്ചവടക്കാരെത്തി. ഇത് പാർട്ട് ഓഫ് ദ ടിക്കറ്റ് ആണെന്ന് തോന്നുന്നു. അത് തരും, ഷുഗർ തരും. കട്ടൻ കാപ്പിയാ, കട്ടൻ കാപ്പി. What do you want? Actually, you want a tea, could be water, coffee, sugar, without sugar. With lot of sugar. With lot of sugar. Lot of sugar. Yeah. How about you, sir? Sugar as well. Not too much. അങ്ങനെ നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട്. താങ്ക് യു. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന നല്ല ഡെൻസ് ഫോറസ്റ്റിൽ കൂടെയാണ്. ഈ പ്രദേശത്ത് ഈ ഡെൻസ് ഫോറസ്റ്റിലോട്ട് എപ്പോഴും മഴയായിരിക്കുമെന്ന് ഇടയ്ക്കൊന്ന് അനൗൺസ് ചെയ്തു.
ഇവിടെയൊക്കെ മൊത്തം ഇടിഞ്ഞു പോയിട്ട് ഇതൊക്കെ വെച്ചിരിക്കാൻ തോന്നുന്നു. വെള്ളപ്പൊക്കം അത് അമാച്ചിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്കിനി അടുത്ത ബസ് കയറേണ്ടത്. ട്രെയിൻ എത്താറായി സ്റ്റേഷനിൽ. അത്യാവശ്യം വലിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് നമുക്കിനി ബസ് പിടിക്കേണ്ടത് മാച്ചിപ്പിച്ചുവിലേക്ക്. മാച്ചിപ്പിച്ചുവിൽ നമ്മൾ ഏകദേശം 3 മണിക്കൂറോളാണ് ചിലവിടാൻ പോകുന്നത്. അതിനുശേഷം തിരിച്ച് ഇതേ രീതിയിൽ ബസ്, ട്രെയിൻ, ബസ് ആ രീതിയിൽ തിരിച്ചെത്തും. ഇപ്പോഴും മഴയുണ്ട്. താങ്ക് യു. മാച്ചു പിച്ചു പ്യൂബ്ലോ. ഇനി ബസ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള നിപ്പാൻ തോന്നുന്നു. അപ്പോൾ മഴയുള്ളതാണ് നമ്മൾ റെയിൻകോട്ട് വാങ്ങിക്കുകയാണ്. അന്നൊരെണ്ണം വാങ്ങിച്ചെങ്കിലും അത് അവിടെ ഇവിടെ എത്തുന്നില്ല. ബ്ലൗസ് പോലെ ഞങ്ങൾ ഓരോന്ന് വാങ്ങിക്കുന്നു. ഞാനെന്താരണം വാങ്ങിച്ചു. ഹലോ, ഞാനെന്താരണം വാങ്ങിച്ചു. ഇതൊക്കെ ഇവിടുത്തെ മാച്ചു പിച്ചു സുവനീഴ്സൊക്കെയാണ്. രസമുള്ള സുവനീഴ്സൊക്കെ ഉണ്ട്. എനിക്ക് ഒരു മാർക്കറ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ടിബറ്റൻ മാർക്കറ്റാണ്. ഇവരൊക്കെ മുഖത്തിനൊക്കെ ടിബറ്റൻസിൻ്റെ മുഖമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. അപ്പോൾ നമുക്കിനി ബസ് 11 മണിക്കേ ഉള്ളൂ. സമയം 10 ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് കരുതി. ആ തലച്ചൊഴുകുന്ന പുഴയാണ്. നല്ല മഴയുണ്ട്. ഓ, ദാറ്റ്സ് എ ക്യൂ. ഓയ്യോ, ബസ് കയറാനുള്ള ക്യൂ ആയി കാണുന്നത്. കപ്പ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇത് പഴം മാർക്കറ്റാണ്. എല്ലാം ഫ്രഷ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പോലത്തെ സംഭവമല്ല. ഇവിടെ ഒരു ഇങ്ക രാജാവ് നിൽപ്പുണ്ട്. ഇങ്ക രാജാവിൻ്റെ പേര്, അതായത് മാച്ചിപ്പിച്ചു ആക്കിയ ഇങ്ക രാജാവിൻ്റെ പേര് മലയാളത്തിലുള്ള പേരാണ്. പച്ചക്കുട്ടി എന്നാണ് ഒരു പച്ചക്കുട്ടി ഞാൻ സാധ്യതയുണ്ട്. വാവ്, പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ നല്ലൊരു മജസ്റ്റിക് രൂപം. ഭടന്മാരും ഉണ്ട് കൂടെ. ഹലോ 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 ഹലോ. ഇവിടെ കണ്ട ഒരു ഹോട്ടലിൻ്റെ പേരാണ്. കുറച്ചുകൂടെ നല്ല പേരാകാമായിരുന്നു എന്ന് തോന്നി. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. പച്ച കുപ്പിയുണ്ട് കേട്ടോ. കോളയുടെ കുപ്പിയുണ്ടൊരു ക്രിസ്മസ് ട്രീ. നല്ല ഭംഗിയായിട്ടുണ്ട്. മാച്ചു പിച്ചുവിലേക്ക് ഓടുന്ന ബസ്സുകളുടെ ഒരു മാതൃക ഇവിടെയുണ്ട്. ഇവിടെ ഒറിജിനലും. നമസ്തേ. എന്താണ് നോക്കുന്നേ? അപ്പോൾ മാച്ചു പിച്ചുവിലേക്കുള്ള ബസ് യാത്രയാണ് ഇനി. മിനി ബസ്സിൽ എല്ലാവരും കയറി. ഞാൻ പതിപോലെ മുൻ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. അത്ര നല്ല വഴിയൊന്നുമല്ല, ഫുൾ ടാർ റോഡൊന്നുമല്ല, മഴയുമുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരുന്നോടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച ആൾ പറഞ്ഞത് ഹൈറ്റ് പേടിയില്ലെങ്കിൽ ഇരുന്നോന്നാണ്. ഹൈറ്റൊക്കെ പേടിയുണ്ട്, പക്ഷെ വണ്ടിയിൽ നമുക്ക് ഹൈറ്റ് പേടിയില്ല. ആഹാ, തകർന്ന വഴി കേട്ടോ. തകർപ്പൻ വഴി, തകർപ്പൻ. ഓപ്പോസിറ്റ് വണ്ടി വന്ന് എന്ത് ചെയ്യുമോ? അവിടെ നല്ല ചെങ്കുത്തായ മലയുടെ താഴെ പുഴ ഒഴുകുന്നു. ആറ്റുപുച്ചിലേക്ക് നടന്നു പോകുന്നവരുണ്ട് വടിയെ കുത്തി. അങ്ങനെ നമ്മൾ മാച്ചിപ്പിച്ചുവിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയെന്ന് തോന്നുന്നു. വണ്ടികളെല്ലാം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് കയറണം. അതാണ് നമ്മൾ ആ ലോകാത്ഭുതത്തിലേക്ക് എത്തുക.
ഏറ്റവും പുതിയ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒന്ന് മാച്ചപ്പിച്ചുമാണ്. നമ്മുടെ ആൾക്കാരെല്ലാം ടോയ്ലറ്റിലൊക്കെ പോയി റെഡിയാകുകയാണ്. $1 ഇവിടെ ഒന്ന് മൂത്രമൊഴിക്കാൻ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്ലറ്റുകളിലൊന്നാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ക്യൂ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നടപ്പാണ്. 100-200 സ്റ്റെപ്പ് കയറണമെന്നാണ് കേട്ടത്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ആ നടപ്പ് ആരംഭിക്കുകയാണ്. ലോകത്തിലെ മഹാത്ഭുതത്തിലേക്കുള്ള നടപ്പ്. നല്ല പച്ച അടിപൊളി മരങ്ങൾ കണ്ടോ. ഇവിടെ ഒരു മാസം കഴിയണ്ട, അതിനുള്ളിൽ തന്നെ കനത്ത മഴ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കനത്ത മഴ. പക്ഷേ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. പക്ഷെ മാച്ചു പിച്ചു കാണുമ്പോൾ അവിടുത്തെ സ്മാരകങ്ങളൊക്കെ മഞ്ഞ് മൂടി നിൽക്കാതിരുന്നാൽ മതി. അതർവൈസ് നല്ല കാലാവസ്ഥ. ഇപ്പം മഴയുമില്ല. ഇത് കണ്ടോ, പക്ഷെ എന്തൊരു ഭംഗിയുള്ള മൗണ്ടൻ ആണെന്നുണ്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ മല. അതിൻ്റെ താഴെയായിട്ട് അവിടെ പുഴ ഒഴുകുന്നുണ്ട്. മഞ്ഞങ്ങനെ മൂടി നിൽക്കുകയാണ്. മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞ മലനിരകളെന്നൊക്കെ പറയാം. ഇവിടെ നോക്കുമ്പോൾ ആ പുഴയും കാണാം. ഇതെങ്ങനെ എൻ്റെ മുകളിലൊരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്ത് എത്രത്തോളം ബസ്സിലും ട്രെയിനിലും കയറിയാണ് വന്നത്. മാച്ചു പിച്ചുവിൻ്റെ ആദ്യ ദൃശ്യം ഇതാ. ആളുകൾ ഇങ്ങനെ ഉറുമ്പുകളെപ്പോലെ കയറി പോകുന്നു. ഉറുമ്പുകളെപ്പോലെ. അങ്ങനെ വർഷങ്ങളായി കൊതിപ്പിച്ചിരുന്ന മാച്ചു പിച്ചു. ഓ ബോയ്, ഒരു രക്ഷയില്ല. ഭംഗി എന്ന് പറയുന്നത് ഇതാണ്, പ്രകൃതിയുടെ ഭംഗി. ഓ മാച്ചു പിച്ചു സിറ്റി പണ്ട് രണ്ടായിട്ട് വിഭജിച്ചിരുന്നു. അതിൽ ഫാമിംഗ് സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ ദേവാലയങ്ങൾ, സൂര്യഭഗവാനെ അതോടൊപ്പം തന്നെ ദേവാലയങ്ങളുടെ സ്ഥലം. അതായത് സൂര്യഭഗവാനെയായിരുന്നു ഇവർ ആരാധിച്ചിരുന്നത്. 1400-കളിലാണിത് നിർമ്മിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കുട്ടി എന്ന രാജാവായിരുന്നു. പക്ഷേ ഒരു 80 വർഷം അവരിവിടെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് രാജാവും പരിവാരങ്ങൾ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൂടുമാറി. കാരണം അപ്പോഴത്തേക്ക് സ്പെയിനിൻ്റെ അധിനിവേശം പെറുവിൽ തുടങ്ങിയിരുന്നു. ചെറുതായിട്ടങ്ങനെ മിസ്റ്റ് വന്ന് മൂടുന്നുണ്ട്. എന്നാലും ഈ സ്ഥലം കണ്ടുപിടിച്ച പച്ചക്കുട്ടിയെ സമ്മതിക്കണം. ഇവിടെ ചുവന്ന് കൂട്ടി നിൽക്കുന്നു. തൽക്കാലം അത് സംസാരിക്കാൻ വയ്യ. എവിടെയെങ്കിലും ഒരു കരയ്ക്കെത്തിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. നല്ല നടപ്പായതോ. അങ്ങനെ നമ്മുടെ പച്ചക്കുട്ടൻ്റെ ഇൻകാ സാമ്രാജ്യത്തിൻ്റെ മുകളിലെത്തുമ്പോഴേക്കും സാമാന്യം നല്ല മിസ്റ്റായി. പക്ഷെ ഇവിടെ മിസ്റ്റ് പെട്ടെന്ന് വന്നും പോയി നിൽക്കുന്നുണ്ട്. മിസ്റ്റ് മാറുന്ന പ്രതീക്ഷിക്കാം. മഞ്ഞ് മാറി വരുന്നുണ്ട്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. ഇടയ്ക്കൊക്കെ തെളിഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് മറഞ്ഞും അങ്ങനെ നിൽക്കുകയാണ് മാച്ചു പിച്ചു. അപ്പോൾ ഇതാണ് ഇൻകാ സാമ്രാജ്യത്തിൻ്റെ ഈ ഒരു സിറ്റിയിലേക്കുള്ള ഗേറ്റ്. ഇനിയാണ് ഇവിടെ അവരുടെ രാജധാനി, ക്ഷേത്രങ്ങൾ, അങ്ങാടി, വീടുകൾ എല്ലാം ഉണ്ടായിരുന്നത്. അന്ന് രാജാവ് ഈ സ്ഥലമൊക്കെ തുടങ്ങിയ സമയത്ത് അപ്പാർട്ട്മെൻറ്റൊക്കെ വിറ്റപ്പോൾ മൗണ്ടൻ ഫേസിങ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പൈസയൊക്കെ വാങ്ങിച്ചാണ് ചിലപ്പോൾ. ഇപ്പോഴത്തെ കാലത്താണ് വാങ്ങിച്ചത്. അന്ന് എന്താണ് രാജാവിൻ്റെ അവസ്ഥ എന്നറിയില്ല. എങ്ങോട്ട് നോക്കിയാലും വ്യൂ. എൻ്റെ അമ്മോ രക്ഷയില്ല. നമ്മൾ ഇറങ്ങുന്ന വഴികളൊക്കെ കേട്ടോ അത്. ഇനി ഇവിടെ നോക്കുമ്പോൾ കുറച്ച് മേൽക്കൂരയുള്ള കെട്ടിടങ്ങൾ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയതാണ്. പുതിയ മീൻസ് ആ കല്ലുകളുണ്ടായിരുന്നു, ബാക്കിയൊക്കെ അടുത്ത കാലത്ത് പണിതൊരു ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇടനാഴി പോലെ കാണാം. ഇതെല്ലാം കവേർഡ് ആയിരുന്നിരിക്കണം ആ കാലത്ത്.
ഇത് 1700-കളിലാണ് ഒരാൾ, ഇത് എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു സ്പെയിൻകാരാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്. അതുവരെ ഇതിങ്ങനെ 80 വർഷം ഉപയോഗിച്ച ശേഷം അവരോട് താമസം മാറ്റി അങ്ങ് പോയി. പിന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഏതാണ്ട് 1970s സത്യത്തിൽ ഇവിടെ ഇതിൻ്റെ പര്യവേഷണങ്ങളൊക്കെ കൃത്യമായി നടന്ന് ഇതൊക്കെ കുഴിച്ചെടുത്ത് ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് സെറ്റാക്കി ഇത് വിനോദസഞ്ചാരികൾക്കായിട്ടൊക്കെ തുറന്നത്. എന്തായാലും ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച പുള്ളി നന്നാക്കണം. നമ്മുടെ പച്ചക്കുട്ടി ഉള്ള മോനാണോ ചേക്കുട്ടി അബ്ദുള്ളക്കുട്ടി എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ആ ഒരു അമ്പലം, 3 വിൻഡോസ് ടെമ്പിൾ എന്ന് അങ്ങനെയാണ് അതിൻ്റെ പേര്. ആ മുകളിൽ കാണുന്നത് 3 വിൻഡോസ് കാണാം. അപ്പോൾ ഇത് 2 ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്ന് കൃഷിഭൂമി, മറ്റൊന്ന് താമസിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ കൂടാതെ രാജാവിൻ്റെ പച്ചക്കുട്ടിച്ചാട്ടൻ്റെ കൊട്ടാരവും ഉണ്ടായിരുന്നു. വളരെ വിപുലമായ സ്ഥലമായിരുന്നു. 750 പേരായിരുന്നു ഇവിടെ താമസിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. 750 പേരെ താമസിച്ചിട്ടുള്ളൂ. ഇത് പാഷൻ ഫ്രൂട്ട് പോലത്തെ ഒരു ഫ്രൂട്ടാണ് ഇതിൽ. ഇതൊക്കെ പച്ചക്കുട്ടി വെച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അവശിഷ്ടങ്ങളാണ്. ഏറ്റവും മുകളിൽ കാണുന്നത് 3 വിൻഡോസ് ടെമ്പിൾ എന്നുള്ള ടെമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു വണ്ണമുള്ള കരിങ്കൽ തൂണുകളാണ് കണ്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ സോഴ്സ് ചെയ്തതായിരിക്കണം. മലമുകളിൽ നിന്നും നല്ല ഭംഗിയായിട്ട് മിനുക്കി എടുത്തിട്ടുണ്ട്. 625ഓളം വർഷങ്ങളുടെ പഴക്കം. ഗോഡ്സ് നോസ് എന്നറിയപ്പെടുന്ന സംഭവിക്കുകയാണ്. ഒരറ്റ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടോ, ഗോഡ്സ് നോസ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടെത്തുമ്പോൾ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറ്റിയെടുത്താൽ മാച്ചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ഗോപിക്കും അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് അംഗങ്ങൾക്കും എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചു. ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കളിസ്ഥലം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയൊക്കെ പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ. പക്ഷെ നമ്മളൊരു ഇന്ന് കാണാൻ പോകുന്നത് ഈ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ മലകൾ കാണുന്നില്ലെന്നുള്ള കുഴപ്പമുള്ളൂ. ഇവിടെയൊക്കെ നല്ല ക്ലിയറാണ്. ഞങ്ങളപ്പോൾ ഇടയ്ക്ക് ഇടവഴികളൊക്കെ നോക്കുന്നുണ്ട്, കുറുക്ക് വഴികൾ. അന്നേരം എല്ലാം അടച്ചു വെച്ചിരിക്കുക. എല്ലാം കണ്ടിട്ട് പോയാൽ മതി എന്നാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ തീരുമാനം. പച്ചപ്പിൻ്റെ ഒരു മഹാലോകമാണ് കേട്ടോ, ഒരു രക്ഷയില്ല പച്ചപ്പ്. രാജനർത്തകികൾ ഡാൻസ് കളിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. നടുക്ക് കാണുന്നുണ്ട്. നൃത്തം തുടങ്ങട്ടെ എന്ന് വൈകുന്നേരം രാജാവ് പറയും. അവരോട് വന്ന് നൃത്തം കളിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ പഴയ വീടുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണാം. ഇത് മേൽക്കൂര ഇവർ പിന്നീട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു മതിലുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇവർ. ഇപ്പോൾ ഇത് സർക്കാരെന്ന് പറയാം. ഏകദേശം ഇതായിരുന്നു ഇതിൻ്റെ രീതി. ഇൻകക്കുടിൽ. നമ്മൾ ശരിക്കും ഇതിൻ്റെ റൂട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു സൈഡിൽ കൂടെ കയറി മുഴുവൻ കണ്ട് അടുത്ത സ്ഥലത്തോടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു രീതിയിലാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും കാണാതെ പോവില്ല. ഒരു ഇൻക വീട് തുറന്ന് കിടപ്പുണ്ട്. എൻ്റെ അമ്മേ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? വാ, നമ്മുടെ ട്രെയിൻ. അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറേ ദൂരം ബസ്സിൽ പോയി. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഗ്രാൻഡ് കാനിയൻ അപ്പുറത്തെ കാനിയനാണല്ലോ. ഒരു ഇങ്കക്കുള്ളിൽ തുറന്നു കിടപ്പുണ്ട്. നേരെ നോക്കാം. ഇവിടെ നോക്കിയാൽ ചെങ്കുത്തായ കൃഷിഭൂമിയാണ് കാണുന്നത്. എന്തായാലും ഈ വ്യൂ അമേസിംഗ് ആണ്. അതും കഴിഞ്ഞ് ഇങ്ങനെ പോയി. തെളിഞ്ഞു വരുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ അമ്മേ, രക്ഷയില്ല. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിവിടുത്തെ പഞ്ചായത്ത് ഹാളായിരുന്നു തോന്നുന്നു. അതിൻ്റെ ഒരു ഹോളിൽ കൂടെ നമ്മളിങ്ങനെ പഞ്ചായത്ത് ഹാളിൻ്റെ ഹോളിൽ കൂടെ നോക്കുമ്പോൾ ഉണ്ടോ,
നമ്മുടെ ഹംപിയുടെയൊക്കെ രീതിയാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് ഇത്ര മനോഹരമാക്കുന്നത്. ഹംപിയും തീർച്ചയായിട്ടും മനോഹരമായ സ്ഥലമാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്ന മലകൾ അത് ഹംപിക്കില്ല. ഇതൊക്കെ ഇവിടുത്തെ കോമൺ സ്പേസ് ആരെന്ന് തോന്നുന്നു, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇനി ഇവിടെ കുറച്ച് കക്ഷികളെ കാണാനുണ്ട്. അതായത് പെറുവിൻ്റെ തനത് മൃഗങ്ങൾ. നമ്മളവരെയൊക്കെ അന്ന് ഓസ്ട്രേലിയ വെച്ച് കണ്ടതാണ്. ലാമമാരവിടെ കിടക്കുന്നു. ഇവരിൻ്റെ ഇറച്ചിയൊക്കെ കഴിക്കും. ഇതാ നിൽക്കുന്നൊരു യോഗ. ഹലോ മിസ്റ്റർ ലാമ, ഹൗ ആർ യു? ഒട്ടകത്തിൻ്റെ ചെറു രൂപം. ഇവിടെ കിടക്കുന്ന കുറേ കക്ഷികൾ. എല്ലാത്തിനും നമ്പറൊക്കെ ഉണ്ട്, ചെവി ബാഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും കിടക്കുന്നു കുറേ പേര്. നല്ല രസമാണ് കാണും, പാവങ്ങളാണ്. ഇവരൊരു ഫാമിലാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയത്. നമ്മുടെ വീഡിയോയിലുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതാ ലാമ ഇറങ്ങി വരുന്നു. ലാമ മുകളിൽ കിടക്കുന്നതിനെ നോക്കുകയാണ്. ചാടിക്കറോ കയറോ ബാ. വില നോക്കുന്നുണ്ട്. കാക്കയ്ക്കും തല്ലാമ പൊല്ലാമ. അതിക്കാണ് ഞാൻ പോവാം. മര്യാദ ഇല്ലാതെ. അപ്പോൾ നമ്മൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് മച്ചുപിച്ചുവിൽ നിന്നും. അപ്പോൾ നമ്മളിനി താഴെ ബസ് കയറിയ സ്ഥലം വരെ ഈ വണ്ടിയിൽ പോവുകയും അവിടെ നിന്ന് ലഞ്ച് കഴിക്കുകയും അതിനുശേഷം 3:15 ട്രെയിനിൽ കയറി ട്രെയിൻ സ്റ്റേഷനിലാകുകയും അവിടെ നിന്നും വീണ്ടും 1.5 മണിക്കൂർ നീളുന്ന ബസ് യാത്രയ്ക്ക് ശേഷം ഇന്നലെ നമ്മൾ താമസിച്ച കുസ്കോയിലെത്തുകയും അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ പോകുന്നത് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്കാണ്. അത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു യാത്രയാണ്. രാവിലെ 9:30-ക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ ട്രെയിനിനകത്ത് ഫാഷൻ ഷോപ്പൊക്കെ പോകാൻ പോവാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ രസമായിരുന്നു.
ദിവസം.